ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ കുക്കിംഗ് ഹബിലേക്ക് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെന്ന് വെച്ചാൽ നമ്മുടെ ഉച്ചയ്ക്കത്തെ ലഞ്ചിൻ്റെ പരിപാടികളാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പം ഉച്ചയ്ക്ക് ചോറിനാൻ വേണ്ടിയിട്ടുള്ള കറികളെന്ന് വെച്ചാൽ ഒരുപാട് കറികളൊന്നുമില്ല. ഇന്നിപ്പോൾ കുറച്ച് സോയാബീൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സോയ എടുത്തിട്ട് അത് കുറച്ച് വെള്ളത്തിലെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഫ്രൈ ചെയ്യാമെന്ന് വെച്ചു. അപ്പം ഞാനിപ്പോൾ ഇവിടെ സോയാബീൻസിന് വേണ്ടിയിട്ട് അത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ ഉള്ളിയാണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ചെറിയ ഉള്ളി കുറച്ച് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയും ഞാൻ എടുത്തിട്ടുള്ളൂ. അല്ലാതെ അപ്പോൾ എന്താ പറയുക, ചെറിയ ഉള്ളിയൊക്കെ ആകുമ്പോൾ നമ്മൾ ഇറച്ചിക്ക് ഇടുമ്പോഴായാലും അല്ലെങ്കിൽ സോയക്കൊക്കെ ആണെങ്കിൽ ടേസ്റ്റ് കൂടുതൽ എപ്പോഴും ഈ ചെറിയ ഉള്ളി ഇടുമ്പോൾ തന്നെയാണ് കേട്ടോ. അപ്പം സോയ ഒരു വെള്ളത്തിലിട്ടിട്ട് ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് കുതിർന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഉള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അരിഞ്ഞെടുക്കാം. പിന്നെ എന്താ പറയുക, എല്ലാവർക്കും ഇത് ഫ്രൈ ചെയ്യാൻ അറിയാമായിരിക്കില്ല. അപ്പോൾ നമ്മൾ കറിയെക്കാട്ടിലും കൂടുതൽ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ വേറെ ഒന്നും പ്രത്യേകിച്ച് കറിയില്ല, മീനൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് പിന്നെ സോയാബീൻസ് എടുക്കാമെന്ന് വെച്ചു. അപ്പോൾ അങ്ങനെ അപ്പോൾ അതൊന്നൊക്കെ ഒന്ന് അരിഞ്ഞ് റെഡിയാക്കട്ടെ കേട്ടോ. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഞാനിങ്ങനെ എല്ലാവരോടും കാര്യം പറഞ്ഞുകൊണ്ടൊക്കെ നടന്ന ജോലി ചെയ്യുന്ന അമ്മയും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, മക്കളൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ ബഹളം, പിന്നെ അപ്പോൾ എല്ലാവരുടെയും കൂടെ ബഹളം ആയതുകൊണ്ടാണ് ഞാൻ പറയാം വീഡിയോ എടുക്കുമ്പോൾ തന്നെ വോയിസ് ചെയ്യാത്തത്. അപ്പോൾ എല്ലാവരുടെയും ബഹളം കാരണം നമുക്കൊന്നും പറയുന്നത് കേൾക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പിന്നീട് വോയിസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ മക്കളൊക്കെ ആണെങ്കിലും ഞാനിങ്ങനെ അടുക്കളയിൽ എന്തെങ്കിലും പാചകം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഞങ്ങളിങ്ങനെ നിൽക്കുമ്പോഴൊക്കെ അവർ കൂടെ വന്ന് നിൽക്കും, എന്താ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരും കൂടെ വന്ന് നിൽക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഞങ്ങളിങ്ങനെ എന്തോ തമാശയൊക്കെ പറഞ്ഞ് ഭയങ്കര ചിരിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ ഇതിലേക്ക് ഇടാൻ, നമ്മുടെ ഫ്രൈയിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങ ഇതുപോലെ ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി ഇടുമ്പോഴും ടേസ്റ്റ് കൂടുതലാണ്. പിന്നെ അതുപോലെ സോയ നന്നായിട്ട് കുഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊരു 3-4 വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. കഴുകി നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ അതിൻ്റെ ആ കറകളൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ 3 വെള്ളത്തിൽ നന്നായിട്ട് പിഴിഞ്ഞെടുക്കുന്നത് കേട്ടോ. അപ്പം ഇത് ഞാനൊന്ന് രണ്ടായിട്ടൊന്ന് മുറിച്ചിടുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ കൈ ഒന്ന് ചെറുതായിട്ട് മുറിഞ്ഞായിരുന്നു കേട്ടോ. അപ്പം മുറിഞ്ഞ് അങ്ങനെ ഒന്ന് കൈ കെട്ടി വെച്ചൊക്കെയാണ്. സോയാബീൻസ് ഇതുപോലെ 2-3 വെള്ളത്തിൽ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ അരിഞ്ഞു വെച്ചിരുന്ന ഉള്ളിയും അതുപോലെ തന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം അതിൽ നിന്ന് അരിഞ്ഞതിൽ നിന്ന് കുറച്ചെടുത്ത് സോയാബീൻസിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പൊടികളായിട്ട് മല്ലിപ്പൊടിയും നമ്മുടെ സാധാ മസാലകൾ, മുളക് പൊടി, മല്ലിപ്പൊടി, അതുപോലെ ഗരം മസാല, മഞ്ഞൾപ്പൊടി ഇത്രയാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഏകദേശം കണക്കറിയായിരിക്കുമല്ലോ, നമ്മളൊരു സാധനം എടുക്കുമ്പോഴല്ലെങ്കിൽ എന്തെങ്കിലും എടുക്കുമ്പോഴതിന് എത്രത്തോളം വേണം നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ
ഒരു 1.25 ടീസ്പൂൺ വെച്ചൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഗരം മസാല 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, അതുപോലെ തന്നെ നമ്മളിതിൽ തൈര് ഉണ്ടെന്നുണ്ടെങ്കിൽ തൈര് ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പം ഞാൻ സാധാരണ തൈരാണ് ചേർക്കുന്നത്. അപ്പോൾ ഇന്ന് എൻ്റെ കയ്യിൽ തൈരില്ലായിരുന്നു. അപ്പം എന്താ പറയുക, നാരങ്ങ ഉണ്ടെങ്കിൽ അതിൻ്റെ നീരെടുത്താലും മതി കേട്ടോ. തൈരിന് പകരം നാരങ്ങ ആണെങ്കിലും നല്ലതാണ്. അപ്പം ഞാൻ ഇന്ന് ഒരു നാരങ്ങയുടെ നീര് എടുക്കാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ തൈരില്ലാത്തത് കൊണ്ട് നാരങ്ങ ഒരെണ്ണം കട്ട് ചെയ്തിട്ട് അതിൻ്റെ പകുതി മതിയാവും. അപ്പോൾ ഒരു നാരങ്ങ വേണ്ട. അപ്പോൾ പകുതി നാരങ്ങ എടുത്തിട്ട് അതൊന്ന് ഇതിലേക്ക് പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കാം. ഇനി നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഉപ്പും ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്തിട്ട് ഒരു എന്താ പറയുക, ഒരു 10-15 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കണം. മാരിനേഷന് വേണ്ടിയിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് മതിയാവും. 10 മിനിറ്റ് നമ്മളൊന്ന് മാറ്റി വെക്കാം. സവാളയും പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ബാക്കി വന്നല്ലോ. അപ്പോൾ അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കുക. നല്ലൊരു എന്താ പറയുക, നന്നായിട്ട് വഴന്ന് കിട്ടണം കേട്ടോ. നല്ലൊരു ബ്രൗൺ കളർ ആകുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റുക. സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ സോയാബീൻസ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ മാറ്റി വെക്കാം കേട്ടോ. മാറ്റി വെക്കാല്ല, ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുക കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇതിനിടയ്ക്ക് അവർക്ക് മക്കൾക്ക് നാരങ്ങ വെള്ളം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ബാക്കി വരുന്ന നാരങ്ങ എടുത്തിട്ട് ഇതുപോലെ പിഴിഞ്ഞ് അവർക്ക് വെള്ളം കൊടുക്കണം കേട്ടോ. ഞാനത് ഒന്ന് അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെന്ന് വെച്ചാൽ എന്താ പറയുക, നമുക്ക് തലേന്നത്തെ അതായത് ഇന്നലത്തെ കറി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. കറി എന്ന് വെച്ചാൽ ഉണക്കമീൻ കറി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാണ്, അപ്പോൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചേക്കായിരുന്നു. അപ്പോൾ അത് നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് കറി ബാക്കി ഇരുന്നത് ഇന്നൊന്ന് ചൂടാക്കുക കേട്ടോ.
എന്താ പറയുക, അതുപോലെ കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ ഫ്രൈ സോയാബീൻസിൻ്റെ ഫ്രൈ ഒന്ന് കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ എന്താ പറയുക, ഇതുപോലെ ഉണക്ക മീൻ കറി ഒന്ന് ചൂടാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് മെഴുക്കുവരട്ടിയും കൂടി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ, ഇന്നലത്തത് തന്നെ. അപ്പോൾ എന്താ പറയുക, അതും കൂടെ ഒന്ന് ചൂടാക്കാമെന്ന് വെച്ചു. അപ്പം വേറൊന്നും പ്രത്യേകിച്ച് ഇന്ന് ഉച്ചയ്ക്ക് എടുക്കുന്നില്ല. സോയാബീൻസിൻ്റെ ഫ്രൈ ഉണ്ട്, പിന്നെ അതുപോലെ മീൻ കറിയും പിന്നെ ഇന്നലത്തെ മെഴുക്കുവരട്ടിയും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് വേറൊന്നും പ്രത്യേകിച്ചില്ല. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഉച്ചയ്ക്കത്തെ ലഞ്ചിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഫ്രൈ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഇതുപോലെ സവാള ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അതിപ്പോൾ റൗണ്ടിലൊന്ന് മുറിച്ചെടുക്കുകയാണ്. അപ്പോൾ വളരെ തിന്നായിട്ട് തന്നെ മുറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഫ്രൈ ഒക്കെ ആകുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ 2-3 സവാളയും കൂടി ഇട്ട് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ എന്താ പറയുക, ചിക്കൻ ഫ്രൈഡ് ഒക്കെ അതിൻ്റെ കൂടെ എപ്പോഴും സവാളയൊക്കെ ഇടുമ്പോഴും നല്ലൊരു ടേസ്റ്റ് അല്ലേ. അതുപോലെ തന്നെ സോയാബീൻസിൻ്റെ കൂടെ ഇടുമ്പോഴും നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ മക്കൾക്കൊക്കെ ഇങ്ങനെ കൊടുക്കുന്നതാണ് ഇഷ്ടം. മക്കൾക്കെന്നല്ല, ഏട്ടനും ഒക്കെ ഇതുപോലെ ഫ്രൈ ചെയ്തിട്ട് അതിൻ്റെ കൂടെ സവാള ഇട്ട് കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിതുപോലെ ഉച്ചയ്ക്ക് എല്ലാം കറിയൊക്കെ റെഡിയാക്കി, പിന്നെ ചോറുണ്ണാനുള്ള സമയമായി. അപ്പം അതിനായിട്ട് ചോറുണ്ണുകയാണ്. അങ്ങനത്തെ പയറ് മെഴുക്കുവരട്ടി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ഫ്രൈ സോയാബീൻസിൻ്റെ ഫ്രൈ ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ ഉണക്കമീൻ കറി ഉണ്ട് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ചിൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ലഞ്ച്. പൊതുവെ ഇങ്ങനെയൊക്കെയാണ്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ചിൻ്റെ സ്പെഷ്യൽ സോയാബീൻസ് ഫ്രൈ. അപ്പം എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ എന്താ പറയുക, അപ്പോൾ ഇനി ഞങ്ങൾ ചോറൊക്കെ കഴിക്കട്ടെ. അപ്പം എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണാം. അതുവരെ ഗുഡ് ബൈ, ടേക്ക് കെയർ.